വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ല, മിക്കവാറും ഒരു ഉഗ്രൻ അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അമ്പോ എന്നെ സൈസ് സാധനം നോക്കി. എനിക്ക് നടക്കുന്ന വഴിയിൽ ഒരു കൂട്ടം കാട്ടുപന്നികൾ. റോഡ് സൈഡിൽ തന്നെ വലിയൊരു കാട്ടുപോത്ത് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ള അല്ലേ, ജസ്റ്റ് പോയിട്ടുള്ളൂ അല്ലേ. ഈ ഭാഗത്തൊക്കെ ആനയുടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വശം പറഞ്ഞത്. അപ്പുറത്തെ സൈഡിലെ കാട്ടിൽ നിന്ന് വേറൊരു കൊമ്പൻ ഇറങ്ങി വരുന്നുണ്ടോ. നമ്മളങ്ങനെ കടുവയെ തപ്പി കാട്ടിനകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെൻ്റായിട്ട് കണക്കൂട്ടണ്ട, റൂമായിട്ട് തന്നെ കണക്കൂട്ടിയാൽ മതി. ഈ വണ്ടിയിലാണ് സഫാരി പോകുന്നത്. അത് തോട് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് അവിടെ. ഇപ്പം എനിക്ക് മരത്തിനടിക്കൂടെ ലൈറ്റ് വീഴുന്നേ. ഓ അടിപൊളി. റോഡിന് താഴെയായിട്ട് ഒരു ചെറിയ ചാട്, അതിനപ്പുറത്തായിട്ട് കാടിനകത്ത് ആന നിൽക്കുന്നുണ്ടോ. ഈ കൂട്ടത്തിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒഴുക്കിൽ പെട്ട് ഇവിടെ വന്നതാണ്. നീ കാണുന്ന പോലെയല്ല, ആള് ഭയങ്കര ഡേഞ്ചറസ് ആണ്. വിശാലമായിട്ട് പാറയായിട്ടുള്ളൊരു സ്ഥലത്തെത്തിയ കാട്ടുകൊമ്പന്റെ നേരെ വേറൊരു കാട്ടുകൊമ്പൻ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ വൈബ്സിൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പറമ്പിക്കുളത്ത് വന്നേക്കാണ്. ട്രക്കിങ് മാത്രമല്ല, ഇന്ന് നമ്മൾ പറമ്പിക്കുളത്ത് ട്രക്കിങ്ങും അതുപോലെ സഫാരിയും പിന്നെ ഒരു ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നേക്കാണ് കേട്ടോ. നമ്മൾ സേത്തുമടി ചെക്ക് പോസ്റ്റിൽ ആൾക്കൊന്ന് 30 രൂപ വെച്ച് എൻട്രി ഫീയും, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് 50 രൂപ, അതുപോലെ വെഹിക്കിൾ 50 രൂപ, അങ്ങനെ ഫീയും അടച്ചിട്ട് നമ്മൾ നേരെ കാട്ടിലോട്ട് കയറി. ഇനി തമിഴ്നാടിൻ്റെ കാട് കഴിഞ്ഞ ശേഷം, അതായത് ആനമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞ ശേഷമാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സേത്തുമടി ചെക്ക് പോസ്റ്റ് രാവിലെ 7 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ അതിന് ശേഷമേ വണ്ടികൾ കയറ്റി വിടത്തുള്ളൂ. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെ വന്ന് കേരളത്തിലോട്ട് കയറുകയാണേ. ഇതാണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ്. അതാ കാട്ടിലൂടെ കേരളത്തിലോട്ട് കയറാനുള്ള എൻട്രൻസ് ഇതാണ്. ഇവിടെ വന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം. അതുപോലെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ഫീ ഒക്കെ അടയ്ക്കണം. നമ്മൾ പറമ്പിക്കുളത്ത് പ്രോഗ്രാംസ് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എൻട്രൻസ് ഫീ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചിരുന്നാലും മതി. എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും കേരളത്തിലോട്ട് കയറി പോകണേ. അപ്പോൾ ഇത് നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേ. ബിയർപാസ് ട്രെയിലാണ് നമ്മളിപ്പം രാവിലെ ആദ്യം പോകുന്ന ട്രക്കിംഗ്. റോഡിൽ നിന്ന് മെല്ലെ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല പച്ചപ്പുണ്ട് കേട്ടോ, കാരണം ഡിസംബർ മാസമാണ്. എന്നാൽ പോലും മഴയൊക്കെ കിട്ടിയതുകൊണ്ട് കാട് മൊത്തം നല്ല പച്ചപ്പിലുണ്ട്. പച്ചപ്പൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. എനിക്ക് നടക്കുന്ന വഴിയിൽ ഒരു കൂട്ടം കാട്ടുപന്നികളെ കുഞ്ഞൊക്കെ എടുത്തുണ്ടോ റോഡിനടുക്കൂടെ കൂടുന്നത്. വലിയ പേടിയൊന്നുമില്ല കേട്ടോ, സാധാരണ കണ്ടാൽ ഓടിക്കൊണ്ടാണേ. എനിക്ക് എത്ര അടുത്തെത്തിയിട്ടും ഓടാതെ നിൽക്കുന്നത്. നമ്മുടെ ട്രക്കിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇഷ്ടംപോലെ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അതിനെ കാണാൻ കിട്ടുന്നില്ല. നമുക്ക് നോക്കാം. പ്ലം ഹെഡഡ് പാരക്കിറ്റ്. തലയിൽ പ്ലമ്മിൻ്റെ കളറുള്ളത് മെയിലും, അതുപോലെ ചാര കളറുള്ളത് ഫീമെയിലുമാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് തത്ത ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. നമ്മളിനി മുന്നോട്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാട്ടോ പോകുന്നത്. നമ്മൾ പുതിയൊരു റൂട്ടിൽ കൂടെ ഇറങ്ങി എന്തോ പറമ്പിക്കുളത്ത് വന്ന ഏത് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ഷുവർ സൈറ്റിങ്സ് എന്ന് അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് സൈറ്റിങ്സ് എന്ന് പറയാവുന്നത് ഈ കരിങ്കോരങ്ങാണ് കേട്ടോ, നീൽഗിരി ലംഗൂർ. നമ്മളങ്ങനെ കുറേ നേരം കാടിനകത്തൂടെയൊക്കെ നടന്ന് തിരിച്ച് റോഡിലെത്തി ഒരു നിരന്ന സ്ഥലത്ത്. എനിക്ക് നല്ല പുൽമേട് പോലെ കിടക്കുന്ന സ്ഥലം. റൈറ്റ് സൈഡിൽ ഒരു വലിയ കണ്ടമാണ്. ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ഈ തോട് കിടക്കുന്ന ഒരു ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഉരുണ്ട് വീഴാൻ നല്ല സാധ്യതയുണ്ട്.
നോക്കി എന്തൊരു സൗണ്ടാണ് ബേർഡ്സിൻ്റെ. നല്ല രീതിയിൽ ബേർഡ്സ് ഉണ്ട്, പക്ഷെ കാര്യമായിട്ട് ഒന്നിനെയും തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിത് വളരെ വിശാലമായിട്ടുള്ളൊരു മുളങ്കൂട്ടത്തിനകത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി ട്രെക്കിങ് തുടങ്ങിയിട്ട്. ഈ ഭാഗത്തൊക്കെ ആനയുടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മുരുകേശൻ പറഞ്ഞത്. നമുക്ക് ഇതിന് മുന്നേ ഒക്കെ ട്രക്ക് ചെയ്ത സമയത്ത് ഇവിടുന്ന് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് നോക്കി അങ്ങ് പോകാം. ഇത് ട്രക്കിങ്ങിനിടയിൽ ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ലെപ്പേഡിൻ്റെ പഗ് മാർക്കാണ് ഈ കാണുന്നത് കേട്ടോ. ചെറിയ മാർക്കുകൾ കണ്ടോ. എല്ലാം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നതായിരിക്കും. ഇവിടെ ഉണ്ടോ ചെറിയ ചാലുണ്ടല്ലോ. നമ്മൾ ബെയർപാത്ത് ട്രക്കിങ്ങിന് എപ്പോൾ വന്നാലും റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ചുറ്റും മുളങ്കൂട്ടങ്ങളും അതുപോലെ ഒരു കൊച്ചരുവിയും ഒരു കലിങ്കും ഒക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാട്ടോ ഇത്. ഒരു കാശം നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇതാണ് സിഗ്നൽ. നല്ല വലിപ്പമുള്ള അല്ലേ. ജസ്റ്റ് പോയിട്ടുള്ളൂ അല്ലേ. നമ്മുടെ ഡയറക്ഷനിലാണല്ലോ, അങ്ങോട്ടാണല്ലോ പോയേക്കണേ. വയലിൻ്റെ അവിടെ അല്ലേ. ഇതുണ്ടോ അതിൻ്റെ സൈസ് ഉണ്ടോ, എന്നെ വലുതാന്ന് നോക്കി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാലിനെക്കാട്ടിലും വീതി എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നല്ല ആണ് കേട്ടോ. ഇതുണ്ടോ. ഊഫ്. ഇവിടുത്തെ ഏറ്റവും വലിയ കടുവകളിൽ ഒരെണ്ണമെന്നാണ് കേട്ടോ മുരുകേശൻ പറഞ്ഞത്. ഇത് മുരുകേശൻ കണ്ടിട്ടുണ്ട് ഇതിനെ. നല്ല സൈസാണെന്നാണ് പറഞ്ഞത്, ഭയങ്കര വലിയ സൈസാണ്. നോക്കി ഇത് ഇവിടെ തന്നെ ലെപ്പേർഡിൻ്റെ പഗ് മാർക്ക്. ഇതും ഫ്രഷാണ്. ഇതുണ്ടോ. ഓ കബ്സ് ഉണ്ടോ. ഓ കുഞ്ഞിൻ്റെ പഗ് മാർക്കും ഉണ്ട് കേട്ടോ. അതായത് ലെപ്പേർഡും കടുവയൊക്കെ ഒരേ സ്ഥലത്ത്. നമ്മളങ്ങനെ കടുവയെ തപ്പി കാട്ടിനകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഗ് മാർക്ക് ഫോളോ ചെയ്ത്. നമ്മൾ പഗ് മാർക്കിൻ്റെ പുറകെ കുറച്ച് നേരം നടന്നെങ്കിലും വയലിനകത്തൂടെയൊക്കെ ഒന്ന് തപ്പിയത് പോകാൻ സാധ്യതയുള്ള സ്ഥലത്തിലോട്ടും ആ ഡയറക്ഷനിലോട്ടൊക്കെ നമ്മൾ നടന്നു നോക്കി കേട്ടോ. രക്ഷയില്ല. ഫ്രഷാണ്. എനിക്ക് തോന്നുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം പാസ് ചെയ്ത് പോയതാണ്. കാരണം പഗ് മാർക്കിൽ ആ വെള്ളം വരെ കറക്റ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് എത്തിയേ. ഇതിലെ നടന്ന് നേരെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അങ്ങോട്ട് ചെന്ന് കയറും. ലെഫ്റ്റ് സൈഡിൽ റോഡാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രക്കിങ്ങിന് വന്നപ്പോഴത്തേക്കും നമ്മുടെ വൈൽഡ് ഡോഗിൻ്റെ ഹണ്ടൊക്കെ കിട്ടിയ സ്ഥലം കേട്ടോ ഇത്. ഇത് മരങ്ങളുടെ പേരാണ് കേട്ടോ. ടെൻഡനീഷ്യ. എന്തോ റൈറ്റ് സൈഡിൽ അശോകം. നമ്മൾ താമസിക്കുന്നത് ടീക്ക്, തേക്കിനകത്ത് തന്നെ താമസിക്കാൻ. തേക്കും കാട്ടിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ടെൻറ്റ്. ടെൻറ്റെന്ന് പറയുമ്പോഴത്തേക്കും ടെൻഡനീഷ്യ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ടെൻറ്റാന്ന് വിചാരിക്കില്ല. സ്വിച്ച് ടൈപ്പ് ടെൻറ്റ് കേട്ടോ, ഫിക്സഡ് ടെൻറ്റ്. ഇത് നമ്മുടെ ടെൻഡനീഷ്യ റൂമിനകമൊക്കെ ഒന്ന് കാണാവേ. ഇതാണ് ടെൻറ്റിൻ്റെ ഉൾവശം. അറ്റാച്ച്ഡ് ബാത്റൂമും എന്തോ ഒരു ഡബിൾ ബെഡും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സാധാ റൂം പോലെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യം ഫർണിച്ചേഴ്സും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും. ഓ വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂം കേട്ടോ. അപ്പം ടെൻറ്റെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടെൻറ്റായിട്ട് കണക്കൂട്ടണ്ട, റൂമായിട്ട് തന്നെ കണക്കൂട്ടിയാൽ മതി. ചുറ്റും ടെൻറ്റുകളാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഓരോരോ സ്റ്റേകളാണ്. ഇതോ നമ്മുടെ തൊട്ടടുത്ത് വരെയുണ്ട്. ഇതിനകത്തുകൂടിയും ഈ സൈഡിൽ കൂടിയും പുറത്തുകൂടിയും എല്ലാം നിറയെ മാനുകൾ വരും കേട്ടോ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ചുറ്റടുത്തുണ്ട്. ഇപ്പോൾ ലഞ്ചിൻ്റെ സമയമായി. ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും പിന്നെ കുറേ വെജിറ്റേറിയൻ കറികളും ഒക്കെ ആയിട്ട് ഇതാണ് ഇവിടുത്തെ ലഞ്ച്. ഓൾറെഡി എടുത്ത് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് സംഭവം? കഴിച്ച് ഓക്കെയാണോ? ഇതാണ് കേട്ടോ ലഞ്ച്. ഫിഷ് ഫ്രൈ, ഫിഷ് കറി,
പിന്നെ ഇത് കുറച്ച് വെജ് ഐറ്റംസും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നല്ല സഫാരി പോകണം 2:30 ആകുമ്പോഴത്തേക്കും. ഇത് നമുക്ക് പോകാനുള്ള വണ്ടി വന്ന് കിടപ്പുണ്ടേ. ഈ വണ്ടിയിലാണ് സഫാരി പോകുന്നത്. ഇതിവിടെ ടെൻഡനീഷ്യയിൽ താമസിക്കുന്നവർ മാത്രം സഫാരി പോകാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇവിടെ സ്റ്റേ ഉള്ള ആൾക്കാർ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഫുഡൊക്കെ ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് സഫാരി പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലോട്ട് കയറുവാണേ. ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന സഫാരി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നേരം വൈകും, അതായത് ഇരുട്ടാവും. കാരണം കുറേ സ്ഥലങ്ങൾ ഈ സഫാരിയിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ തുണക്കടവ് ഡാമും അതുപോലെ കന്നിമാര തേക്കും, അത് കഴിഞ്ഞ് പറമ്പിക്കുളത്ത് പോയിട്ട് അവിടെ ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. പിന്നെ പറമ്പിക്കുളം ഡാം കാണുന്നുണ്ട്. തിരിച്ച് വന്നിട്ട് പറമ്പിക്കുളം ടൗണിൽ വെച്ചിട്ട് നമ്മുടെ ട്രൈബൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇരുട്ടാവും. നീർനായാണ് വെള്ളത്തിലാണ് കാണുന്നത്. ഇനി കാണുന്ന പോലെയല്ല, ആൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഓക്കെ, നമ്മുടെ തുണക്കടവ് ഡാമാണ്. ബസ് സഫാരി വരുമ്പോൾ അതിനിടയ്ക്കുള്ള ഒരു പോയിൻ്റാണ്. ബസ് സഫാരി എന്നല്ല, ഇവിടെ സഫാരി വരുമ്പോഴത്തേക്കും അതിനിടയ്ക്കുള്ള ഒരു സ്റ്റോപ്പാണ് ആക്ച്വലി തുണക്കടവ് ഡാം. ഒരു മലയണ്ണ നൈസായിട്ടിരുന്ന് എന്തോ കഴിക്കുന്നുണ്ടോ. സാധാരണ പഴവും ഇലയൊക്കെ അല്ലേ ഇത് കഴിക്കാറ്. ഇതിപ്പം മരത്തിൻ്റെ തൊലി കാർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാനെ. അവിടെ ഒരു പൊന്മാൻ മീനെ പിടിച്ച് കഴിക്കുന്നുണ്ട്. അതാണ് എല്ലാവരും കൂടെ പകർത്തെടുത്തോണ്ടിരിക്കുന്നത്. കിട്ടിയോ? മീൻ ചാവാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മരത്തിനിട്ട് വെച്ചടിക്കുന്നുണ്ടേ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇല്ല, പോകുന്ന വഴിയിൽ റോഡിന് താഴെയായിട്ടൊരു ചെറിയ ചാട്, അതിനപ്പുറത്തായിട്ട് കാടിനകത്ത് ആന നിൽക്കുന്നുണ്ടോ. ഇത് ഒരെണ്ണമല്ല, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറിയിട്ട് ഒരു 3-4 എണ്ണം ഉള്ളൊരു ഗ്രൂപ്പാണ്. ഇപ്പുറത്തോട്ട് മാറി 2-3 എണ്ണം ഇല്ലിക്കമ്പ് പൊടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതുണ്ടോ. ദിവസത്തിൻ്റെ ഭൂരിഭാഗവും തിന്നാൻ വേണ്ടി ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു തിരക്കുമില്ല കേട്ടോ. വളരെ സാവകാശം കമ്പൊക്കെ വലിച്ചോടിച്ച് പതുക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലിയുടെ ഈറ്റയുടെയൊക്കെ ഇല മാത്രമല്ല, തടി തന്നെ വലിച്ചോടിച്ചിട്ട് ചവിട്ടി ചതച്ച് നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കന്നിമാര തേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും വഴി സൈഡിലുള്ളൊരു കണ്ടമാണ്. വലിയൊരു വയലാണ്. മിക്കവാറും ഇവിടെ ആനിമൽ സൈറ്റിങ്സ് ഉണ്ടാവാറുണ്ട്. മ്ലാവുകളെ ഒട്ടുമിക്കപ്പോഴും കാണാറുണ്ട്. ചില സമയത്തൊക്കെ കാട്ടുപോത്തുകൾ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ കാട്ടുപോത്തുകളെ കാണാറുണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ ആനയും കിട്ടാറുണ്ട് ഇവിടെ. നമ്മളങ്ങനെ കന്നിമാര തേക്കിൻ്റെ അവിടെ എത്തി കേട്ടോ. ബസ് സഫാരി തുണക്കടവ് ഡാം കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റോപ്പ് എവിടെയായിരുന്നു? ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക്. ഇത് കേട്ടോ, രക്ഷയില്ലാത്ത വലിപ്പം കേട്ടോ. ആള് നിൽക്കുമ്പോഴാണ് കേട്ടോ തേക്കിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇതുണ്ടോ, നമ്മൾ കന്നിമാര തേക്കിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. നേരെ ഇനി പറമ്പിക്കുളം പോകണം. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ വിശാലമായിട്ടുള്ള വയലെ. കാട്ടുപോത്തുകൾ ഇറങ്ങുന്നേ ഉള്ളൂ. മുന്നേ കണ്ട മ്ലാവുകൾ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ ആനക്കൂട്ടമാണേ വഴി സൈഡിൽ നിൽക്കുന്നുണ്ടോ. മുന്നേ റോഡിന് താഴെ അങ്ങ് തോടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നിന്നെങ്കിൽ അത് തോട് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം റോഡിനോട് വളരെ ചേർന്നാണ് ഇപ്പം നിൽക്കുന്നത്. കണ്ടിട്ട് കുറച്ചധികം പ്രായമുള്ള ഒരു ആനയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എനിക്ക് വളരെ കെയർഫുള്ളായിട്ട് പുല്ല് പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. മുന്നേ ഈറ്റ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, ഇല്ലി പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ പുല്ല് പറിച്ച് തിന്നുവാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ആന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. പോകുന്ന വഴിയിൽ ഫ്രണ്ടിൽ റോഡ് സൈഡിലായിട്ട് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടോ. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട്. നമുക്കും അങ്ങോട്ടേക്ക് പോയി കുറച്ച് അടുത്ത് കാണാം. ഈ കൂട്ടത്തിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതുപോലെ വലിയൊരു മെയിലുമുണ്ട്. എനിക്കെല്ലാം കൂടെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ. ഈവനിങ് ലൈറ്റിലാണ് നമുക്കിതിനെ കിട്ടിയേക്കുന്നത്. വളരെ അടുത്തുമാണ്.
അമ്പോ എന്നെ സൈസ് സാധനം നോക്കി. ഇതിനെയൊക്കെ നമുക്ക് കറക്റ്റ് കാട്ടുപോത്തെന്ന് തന്നെ വിളിക്കാം കേട്ടോ. അമ്മാതിരി സൈസല്ലേ. ഇതിനെ കണ്ടാൽ ശരിക്കും കാട്ടിൽ നിന്നൊന്നും വിളിക്കാൻ തോന്നത്തില്ല കേട്ടോ. പോത്തല്ലെങ്കിലും കാട്ടുപോത്ത് അങ്ങനെയാണല്ലോ നമ്മൾ മലയാളികൾ വിളിക്കുന്നത്. നല്ല ഭീകര സൈസ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രായമായതാണ്. അതിൻ്റെ കണ്ണൊക്കെ കണ്ടോ? കണ്ണ് എനിക്ക് തോന്നുന്നത് ശിവരം ബാധിച്ച പോലെ ആയിട്ടുണ്ട്. അതുപോലെ കൊമ്പ്, ചെവി മുറിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഏജ് ആയിട്ടുള്ളൊരു കാട്ടുപോത്താണ്. ഇപ്പോൾ കുറേ നേരം കാട്ടുപോത്തുകളെ അടുത്ത് നിന്ന് കണ്ട് ഷൂട്ടൊക്കെ ചെയ്ത ശേഷം നമ്മൾ നേരെ വിട്ടു പോവാണ് കേട്ടോ. അല്ലെങ്കിൽ പറമ്പിക്കുളത്ത് എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. നമ്മളങ്ങനെ പറമ്പിക്കുളത്ത് വന്നിട്ട് ബാംബു റാഫ്റ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കയറുവാണേ. റാഫ്റ്റിലോട്ട് കയറുകയാണ്. ടെൻഡനീഷ്യയിൽ ഇന്ന് താമസിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ സഫാരിക്കും അതുപോലെ തന്നെ ബാംബു റാഫ്റ്റിങ്ങിനൊക്കെ ഉണ്ട് കേട്ടോ. റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേരിന് മാത്രമാണ്. ഒരു 10-15 മിനിറ്റത്തെ കേസുള്ളൂ മൊത്തം പരിപാടി. ഈ സൈഡിലൊക്കെ സാധാരണ മുതലുള്ളതാണ്. പക്ഷെ ഇതിപ്പം വെയിൽ താന്നുകൊണ്ട് ഒക്കെ താഴെ ഇറങ്ങി. അപ്പോൾ ഇതിന് ഈ മുളയുടെ ഇടയ്ക്കൂടെ ഒക്കെ കാണുന്നതാണ് ഇവർ പറഞ്ഞത്. ഏതാ? ആ ആ ഓ, മീനോട് കൂടി വലിച്ചോണ്ട് പോന്നാ? ഓ, മീനുള്ളപ്പോൾ വല കൊണ്ടുപോകുന്നതാണോ? ഓ, മുതലുള്ളതിന് തെളിവ് നമ്മൾ ഇതിന് മുന്നത്തെ പറമ്പിക്കുളം വീഡിയോസിലൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. മുതലേ ഉള്ളതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ബാംബു റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ നേരെ മുകളിലോട്ട് കയറിപ്പോവാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാണ് തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നത്. നമ്മൾ പറമ്പിക്കുളത്ത് റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് പറമ്പിക്കുളം ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇത് നമ്മുടെ സഫാരിയിൽ കവേർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏത് സഫാരി എടുത്താലും, സ്റ്റേയുടെ കൂടെയുള്ള സഫാരി അല്ല, ഏത് സഫാരി എടുത്താലും ഒരേ സ്പോട്ടുകളൊക്കെയാണ് കേട്ടോ കവർ ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു ഡാമാണ് ഈ പറമ്പിക്കുളം ഡാം കേട്ടോ. ചുറ്റും മലകളും ഒക്കെ ആയിട്ട്. സ്റ്റേയിൽ താമസിക്കുന്നവർക്ക് ഇവർ കോഫിയും ടീയും ഒക്കെ പാഴ്സലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഈ ആംബിയൻസിൽ നിന്ന് ചായ കുടിക്കാം. ഇതുണ്ടോ ആശാൻ ആംബിയൻസിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും അടിക്കുന്നത്. നമുക്കും പോയി ചായ കുടിക്കാം. നമ്മൾ തിരിച്ച് പറമ്പിക്കുളത്തെത്തി. ഇതോ ഇവിടെയാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കേട്ടോ. പറമ്പിക്കുളം ടൗണിൽ തന്നെ സ്റ്റേജ് ഉണ്ട്. ഇതുണ്ടോ, ഇവിടെയാണ് കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കണേ. ഇതാട്ടോ പറമ്പിക്കുളം ടൗൺ, കാടിന് നടുക്കുള്ളൊരു ടൗൺ. ട്രൈബൽ ഡാൻസ് ഒക്കെ കുറച്ച് നേരം കണ്ടു തന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. നേരെ നല്ല രീതിയിൽ ഇരുട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നോക്കിയാൽ റോഡ് സൈഡിൽ തന്നെ വലിയൊരു കാട്ടുപോത്ത് നിൽക്കുന്നത്. പറമ്പിക്കുളത്ത് ഈവനിങ് സമയം പ്രത്യേകിച്ച് ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ കിട്ടും കേട്ടോ. റോഡിലും സൈഡിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു മെയിൽ തന്നെയാണ് കേട്ടോ. നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന നോക്കി. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും റോഡ് സൈഡിൽ കാട്ടുപോത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെ കണ്ടു. നമ്മൾ രാത്രിയിൽ വരുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കാണാൻ മെയിനായിട്ട് കിട്ടുന്ന ഇത് തന്നെയാണ്. വളരെ റെയറായിട്ട് ലെപ്പേർഡ് സൈറ്റിങ് കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ. തീരെ റെയറല്ല. ഒരു കൂട്ടം പന്നികൾ കിടക്കുന്നുണ്ടോ. പന്നികൾ ഇവിടെ പകലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാണാൻ കിട്ടും. ഒരു വലിയ കൂട്ടമുണ്ട് കേട്ടോ. എത്ര നേരം പോയാലും തീരത്തില്ലാത്ത രീതിയിലുണ്ട്. ഇത് ട്രെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇനി ഇപ്പോൾ ഏകദേശം 8 മണിയോളം ആയിട്ടുണ്ടേ. ഇനി നമ്മൾ നേരെ ഇതുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അവിടെ. ഇവിടുന്നാണ് നമ്മൾ കയറി ഇവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കിയും വിട്ടിട്ടുണ്ടേ. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു തരാം. ഇതേ മുറ്റത്തോട് ഓടുന്നുണ്ടോ പന്നിക്കുട്ടന്മാർ. ഇതേ പോണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പോണേ. ചപ്പാത്തി, പുലാവാണ്, ഗീ റൈസ് അല്ലേ, ഗീ റൈസ്, വെജ് കുറുമ, പിന്നെ ചന, ഇതെന്നാ സാലഡ്, പിന്നെ ചിക്കൻ കറി, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. നമുക്ക് വെജ് വേണമെങ്കിൽ വെജ് സെലക്ട് ചെയ്യാം, നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് സെലക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ദേ രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഇനിയിപ്പം ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബേർഡ് വാച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല മഞ്ഞുമുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും നേരെ പോയി ഓരോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതിലേക്കൊന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്കും ബേർഡ് വാച്ചിങ്ങിന് ടൈം ആവും. മോർണിംഗ്. ഇത് രാവിലെ നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി, കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. നേരെ റോഡിൽ കൂടെ ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. രാവിലെ റോഡിൽ ചിലപ്പോൾ കരടി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലൂടെ കുറച്ച് നേരം പോയിട്ട് നോക്കാം. കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് കരടിയുടെ നല്ല പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ വഴി ഒന്ന് പോയിട്ട് വരാം. അപ്പുറത്ത് മഞ്ഞിനകത്ത് കുറേ മാൻ നിൽപ്പുണ്ട്. എല്ലാവരും മാനിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡ് സൈഡിലായിട്ട് ഒരു കൂട്ടം മാനുകളെ എനിക്ക് അവയെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പേടിയോടെയാണ് മാനുകളുടെ നിപ്പ്. കാരണം എപ്പോഴാണ് കൂട്ടത്തിൽ ഒരാളുടെ കഴുത്തിൽ പിടി വീഴുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഒരുവിധപ്പെട്ട പ്രഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ എല്ലാം തന്നെ ഭക്ഷണമാണ് ഈ മാനുകൾ. നമ്മുടെ കാട്ടുപട്ടിയും കടുവയും പുലിയും അടക്കം ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസും ഇതിനെ പിടിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് പേടിയോടുകൂടിയായിട്ടോ ഇവരുടെ നിപ്പ്. എനിക്ക് മരത്തിനടിക്കൂടെ ലൈറ്റ് വീഴുന്നേ. ഓ അടിപൊളി. നമ്മളിനി ഇവിടുന്ന് മെല്ലെ റോഡിൽ നിന്ന് വിട്ട് കാട്ടിലോട്ട് കയറുവാണേ. ഇതിലേ മുകളിലേക്ക് കയറിയാണ് ഇനി നമ്മുടെ ബേർഡ് വാച്ചിങ് പുരോഗമിക്കുന്നത്. രാവിലെ മഞ്ഞുള്ളതുകൊണ്ട് കാര്യമായിട്ട് പക്ഷികളൊന്നുമില്ല. വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കാം. ഇത് നമ്മളിവിടെ ഇന്ന് ട്രിപ്പിലുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നല്ല പരിചയപ്പെടാം. ഇതോ ഒരു അച്ഛനാണ്, പറഞ്ഞോ. എൻ്റെ പേര് ജോസ്, അച്ഛനാണ് പാലായിൽ പലരൂപയ്ക്ക് വേണ്ടി. അതെ, എൻ്റെ പേര് മാത്യൂസ് കോതമംഗലം. അതെ, മാത്യു ചേട്ടൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കൊച്ചി. പ്രവീൺ കൊച്ചി. ബിനേഷ് എറണാകുളം. ബിനേഷ്. വിപിൻ തൃശ്ശൂർ. സേതുകൃഷ്ണൻ ഫ്രം കൊച്ചി. സേതു. ആശാനെ വെറുതെ ക്യാമറ കാണിച്ചപ്പോഴത്തേക്കും പരിചയപ്പെടുത്തി കളഞ്ഞു. തൊട്ടടുത്ത് കുറ്റിക്കാട്ടിലായിട്ട് കാട്ടുപോത്തായിരുന്നേ. നമ്മുടെ അനക്കം കേട്ടപ്പോഴത്തേക്കും ഓടിക്കളഞ്ഞു. ആന ഒക്കെ പുറംചൊറിയുന്നതിൻ്റെയാണ് ആ ചെളി. നമ്മളിപ്പോൾ ടെൻറ്റഡ് നീഷ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബേർഡ് വാച്ചിങ്ങിനാണ് വന്നേക്കുന്നത്. ടെൻറ്റഡ് നീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റേ ആണ്. അപ്പോൾ ടെൻ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ആദ്യം വിചാരിക്കും നോർമൽ ടെൻ്റ് ആണെന്ന്. ഞാൻ മുന്നേ കാണിച്ചു തന്നായിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞ ഒരു റൂം തന്നെയാണ്. വളരെ എന്നാ പറയണ്ടേ, സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം. അപ്പോൾ അവിടുത്തെ സ്റ്റേ, 3 നേരത്തെ ഫുഡ്, പിന്നെ ഒരു സഫാരിയുടെ കൂടെ തന്നെ ബാംബു റാഫ്റ്റിങ്ങും കൾച്ചറൽ പ്രോഗ്രാമും, പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു ബേർഡ് വാച്ചിങ്. ഇത്രയും സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ടെൻറ്റഡ് നീഷ പ്രോഗ്രാമിൽ. കാട്ടിനകത്ത് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കരടി കയറിയിരിക്കും. ഈ ടെൻറ്റഡ് നീഷ കൂടാതെ ഇവിടെ നോർമൽ ടെൻറ്റ് സ്റ്റേയും ഉണ്ട് കേട്ടോ. അത് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചീപ്പാണ്. അത് സാധാരണ ടെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് അത്രയും സൗകര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ പെരുവേരി ഐലൻഡ്, വീട്ടിക്കുന്ന് ഐലൻഡ്, ടിംബർ നൂക്ക്, അങ്ങനെ ഹണി കോംബ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഒട്ടുമിക്കതും നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേയും ഇവിടുത്തെ സഫാരി ഒന്നും കൂടാതെ 3 ട്രെക്കിംഗ് ഓപ്ഷൻസും പറമ്പിക്കുളത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഇന്നലെ പോയ ബെയർ പാത്ത് ട്രെയിൽ, അതാണ് ഒരെണ്ണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന പക്മാർ ട്രെയിൽ, പിന്നെ എലഫൻറ്റ് സോങ് ട്രെയിൽ, അങ്ങനെ 3 ട്രെക്കിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ parambikulam.org വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബുക്കിംഗ്. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം ഇതിനെല്ലാം വരാൻ. ഇവിടെ വന്ന് ഓൺ സ്പോട്ട് ബുക്കിംഗ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്മാർക്ക് അത്ര പഴയതല്ല. കാരണം എന്തുകൊണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് തെളിഞ്ഞ് കിടക്കുന്നത്, ഉണങ്ങിയിട്ടില്ല. ഇത് നമ്മൾ ബേർഡൊക്കെ ട്രക്ക് ചെയ്ത് വിശാലമായിട്ട് പാറയൊക്കെയുള്ളൊരു സ്ഥലത്തെത്തിയേ. നമ്മുടെ പണ്ട്
പറമ്പിക്കുളത്ത് ചെയ്തൊരു ട്രക്കിങ്ങിൽ കടുവയെ തേടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രക്കിംഗ് ചെയ്തിരുന്നു. അതിൽ കടുവയുടെ ഒരു കില്ല് കിട്ടിയത് ഈ ഏരിയ നിന്നാട്ടോ. നമ്മുടെ ബേർഡ് വാച്ചിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല നടന്ന് നമ്മുടെ തിരിച്ച് ടെൻറ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി ചെന്നപാടെ ഒട്ടും സമയം കളയാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ പക്മാർക്ക് ട്രെയിൽ ഒരു ലോങ് ട്രക്കിംഗ് ആണ്, അതിന് പോകാനുള്ളതാണ്. അതെ, അങ്ങനെ ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. സാധാരണ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരേണ്ടതാണ്. ഇത് 8:30 നമുക്കിനി സമയം വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ പക്മാർക്ക് ട്രെയിൽ, നമ്മുടെ പ്രധാനപ്പെട്ട ട്രക്കിംഗ് ഇതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ ഏറ്റവും മെയിൻ ട്രക്കിംഗ് ആണത്. പക്മാർക്ക് ഇവിടുത്തെ ഏറ്റവും ലോങ് ട്രക്കിങ്ങുമാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോവാണ്. തിരിച്ചു വന്ന വഴിക്ക് ഈ സ്റ്റേക്കകത്തൊക്കെ ഇഷ്ടംപോലെ മയിലും ആനും ഒക്കെ വരാറുണ്ട്. മയിലിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുട്ട്, അപ്പം, സേമിയ ഉപ്മ, ഇതന്നെ കടലക്കറി, ഇത് 2 ടൈപ്പ് ചമ്മന്തി, പിന്നെ ടീ കോഫി. ഇത് നമ്മൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മയിൽ വന്നേക്കുന്നുണ്ട്. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നല്ല പോവാണ്. നേരെ പോയി ഇനി ട്രക്കിംഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ലേറ്റായി, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നേരെ വിട്ടേക്കാം. പെരുവേരിപ്പള്ളം ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. അത് അപ്പുറത്തെ കരയെ കാണുന്നതാണ് പെരുവേരി ഐലൻഡ്. നമ്മൾ ഇതുണ്ടോ ആ ദൂരെ കാണുന്ന അതാണ് പെരുവേരി ഐലൻഡ്. നെക്സ്റ്റ് നമ്മൾ വന്ന് താമസിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മളിത് ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ 2ാമത്തെ വണ്ടി വന്നു. ഇവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഈ ഡാം ക്രോസ് ചെയ്ത് അപ്പുറം കയറിയാണ് ട്രക്കിംഗ് പോകുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഇതിൻ്റെ പുറകെ കൂടെയും പോകാറുണ്ട് കേട്ടോ. നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് നല്ല ട്രക്ക് ചെയ്ത് കാട്ടിലോട്ട് കയറിയേ. ആ തോട്ടിലൊരു മയിൽ ഇങ്ങനെ ഫ്രഷാണല്ലേ. ഓ, ഇപ്പോൾ പോയിട്ടുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഞങ്ങളുടെ കൂടെ ഇതുപോലെ ട്രക്കിങ്ങോ സഫാരിക്കോ ഒക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രീൻ വൈബ്സ് ടൂർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നാൽ ഞങ്ങളുടെ ഇനി വരുന്ന ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രെയിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്മാർക്ക് ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, കടുവയുടെ പക്മാർക്ക് തേടിയിട്ട് നമ്മൾ കടുവയെ തപ്പി പോവാണ്. ഇത് അവിടെ പോയി കിടക്കുന്നു അല്ലേ, ആനയും കരടിയും കടുവയൊക്കെ. ട്രക്കിങ്ങിനിടയിൽ ചെറിയ റെസ്റ്റ് എടുത്തേക്കാണേ. അതെ, ഇത്തിരി വലിയ റെസ്റ്റാണ്. അതെ, പ്രോട്ടീൻ ബാർ മേടിച്ച് നമ്മൾ കാട്ടിക്കൂടെ നടന്ന് ഒരു പുഴയുടെ സൈഡിലോട്ട് ഇറങ്ങിയേക്കാണേ. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഇത്തിരി സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അമ്മേ, കുത്തനെ ഒരു ഇറക്കമാണേ. ഇറങ്ങി വരുന്ന നേരെ പുഴയിലോട്ട് എന്തുകൊണ്ട് ചെക്ക് ഡാം എന്തോ കെട്ടിയേക്കുന്നത്. അതിൻ്റെ അങ്ങനെ നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി കേട്ടോ. പെരുവേരിപ്പള്ളം ഡാമിൻ്റെ അവിടെ എത്തി. തിരിച്ചു വന്നപ്പോഴത്തേക്കും നട്ടേ, അതുകൊണ്ട് തന്നെ ഇതുണ്ടോ നല്ല കത്തിക്കിടക്കാണ്. ഇതാണ് പെരുവേരിപ്പള്ളം ഡാം. നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി എടുത്തുകൊണ്ട് മെല്ലെ റോഡിലോട്ട് കയറിയതേ ഉള്ളൂ. റോഡ് സൈഡിൽ തന്നെ ഒരു കൊമ്പൻ നിൽക്കുന്നു. ഈ കൊമ്പനെ പറ്റി ഒരു കഥയുണ്ട്. 1.5 കൊമ്പൻ എന്നാണ് ഇവൻ്റെ പേര്. ഇത് പറമ്പിക്കുളത്തിൻ്റെ ഒരു ഓമനപുത്രനായിട്ടുള്ളൊരു ആന എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ. അപ്പോൾ ഇവൻ്റെ സ്റ്റോറി ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഏതായാലും അതിൻ്റെ കൊമ്പ് കണ്ടോ, ഒരു കൊമ്പിൻ്റെ പകുതിയുള്ളൂ. അതുകൊണ്ടാണ് 1.5 കൊമ്പൻ എന്നുള്ള പേര്. ഭയങ്കര സാധുവായിട്ടുള്ള ഒരു ആനയാട്ടോ ഇത്. നിലവിൽ ഈ 1.5 കൊമ്പിനൊരു ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. കാരണം വേറൊരു ആനയായിട്ടുള്ള കുത്തിൽ അതിൻ്റെ ചെവിയുടെ താഴ്ഭാഗത്തായിട്ട് നല്ല ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്.
അപ്പുറത്തെ സൈഡിലെ കാട്ടിൽ നിന്ന് വേറൊരു കൊമ്പൻ ഇറങ്ങി വരുന്നുണ്ടോ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കൊമ്പന്മാർ ഒരുമിച്ച് ഉണ്ടാകാനുള്ള സാധ്യത കുറവാട്ടോ. ചില ബാച്ചിലർ ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ബാച്ചിലർ ഗ്രൂപ്പ്. അപ്പോൾ അതിലൊക്കെയാണ് ഇതുപോലെ വലിയ കൊമ്പന്മാർ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇപ്പം നമ്മുടെ ഒന്നരക്കൊമ്പൻ്റെ നേരെയാണ് നടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഒന്നരക്കൊമ്പനാണെങ്കിൽ വളരെ ശാന്തനായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ല. നമുക്ക് കുമ്പക്കൈ പൊക്കി മണം പിടിച്ച് മറ്റേ ആന ഇവൻ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇതിനെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു പെശകാണെന്നെനിക്ക്. ആ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ല. മിക്കവാറും ഒരു ഉഗ്രൻ അടി നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഒന്നരക്കൊമ്പനെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ആൾ ഭയങ്കര ശാന്തനാണ്, വളരെ പാവമായിട്ടുള്ള ഒരു ആനയാണ്. വരുന്നവരും പോകുന്നവരും ഒക്കെ മെക്കിട്ട് കയറുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവന് പരിക്ക് പറ്റിയേക്കുന്നത് തന്നെ. നോക്കി എന്നെ ഒരു കാഴ്ചയാണ്. ഒരു കാട്ടുകൊമ്പൻ്റെ നേരെ വേറൊരു കാട്ടുകൊമ്പൻ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. ഏതായാലും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഒന്നരക്കൊമ്പൻ്റെ അടുത്തൂടെ തൊട്ട് ചേർന്ന് മറ്റേ ആന അങ്ങ് നടന്നു പോയേ. ഇത് ഒന്നരക്കൊമ്പൻ ഇതിനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിന്നുകൊണ്ടാണോ അതോ മറ്റവൻ വഴക്കിൻ്റെ ഒരു മൂഡിലായിരുന്നില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. നമ്മൾ പേടിച്ച പോലെ വഴക്കൊന്നും ഉണ്ടായില്ല. വളരെ ചേർന്ന് ഈ കൊമ്പനങ്ങ് നടന്നു. ആന നിൽക്കുന്നത് റോഡിനോട് വളരെ ചേർന്നാണ്. പോരാത്തതിന് പുറകിൽ നിന്ന് വന്ന ആനയാണെങ്കിൽ റോഡിൻ്റെ ഡയറക്ഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് സമയം റോഡ് ക്രോസ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി മാറ്റി അതിനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അതേസമയം വഴി കൂടെ വരുന്ന കുറേ വണ്ടികൾ വരുന്നുണ്ട്. അതിൽ ചിലത് കൊണ്ടുപോയി നേരെ ക്ലോസ് അതിനെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടേക്കാണ് കേട്ടോ. അത് ക്രോസ് ചെയ്യാനൊരു തടസ്സമാണ് ആനയ്ക്ക്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ഒന്നരക്കൊമ്പൻ്റെ കഥയിലോട്ട് വരാം. ഈ ഒന്നരക്കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന ഒരു ആനയാണ് കേട്ടോ. കൂട്ടത്തിൻ്റെ കൂടെ അല്ല അത് വളർന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയണ്ടേ, ആനക്കൂട്ടത്തിൻ്റെ ആ ഒരു ബിഹേവിയർ ഒന്നും വലിയ വശമില്ലാന്ന് തോന്നുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒഴുക്കിൽ പെട്ട് ഇവിടെ വന്നതാണ്. അപ്പം തള്ളയാനയിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്ന് കയറിയതാണ് ഈ ഒന്നരക്കൊമ്പൻ. അപ്പം അന്ന് മുതൽ ഇത് തന്നെ ഈ കാട്ടിൽ അതിജീവിച്ചു, തന്നെ തീറ്റ തേടി തന്നെ വളർന്ന് കൂട്ടത്തിലല്ലാതെ ഒറ്റയ്ക്ക് വളർന്നതാണ് കേട്ടോ ഒന്നരക്കൊമ്പൻ. സാധാരണ തനിയെ വളരുന്നവർ വളരെ ബോൾഡൊക്കെ ആയിട്ട് വരേണ്ടതാണ്. പക്ഷേ ഇവനെന്നാ പറ്റിയോ വളരെ സാധുവായി പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ വരുന്നവരും പോകുന്നവരൊക്കെ ഉപദ്രവിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വേറെ ഏത് ആന വന്നാലും ഇതിനെ ഉപദ്രവിക്കാറാണ് പതിവ് കേട്ടോ. ഇത് തിരിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്നാണ് നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത്. അപ്പോൾ ഈ ആനയുടെ ഒന്നരക്കൊമ്പൻ്റെ കഥയൊക്കെ നമ്മുടെ ഗൈഡുമാർ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ എനിക്കുള്ളത്. ഇതിന് മുന്നേ ഞാൻ ഏതോ വീഡിയോയിൽ പറയുന്നുണ്ട്. മുരുകേശനൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കഥ കൂടുതലും പറഞ്ഞു തന്നത്. അങ്ങനെ കൊച്ചിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വളർന്നു വന്നതുകൊണ്ടും ഇവിടെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആനയായതുകൊണ്ടും ഒക്കെ പിന്നെ സാധുവാണല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇവിടുത്തെ ഓമനപുത്രനാണ് ഈ ഒന്നരക്കൊമ്പെന്ന്. ഇവൻ്റെ ഇപ്പോഴത്തെ ഈ പരിക്ക് കുറച്ച് പ്രശ്നമാണെന്നാണ് കേട്ടത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവാതെ അത് ഭേദമാകുമെന്ന് കരുതാം. അതല്ലെങ്കിൽ വനം വകുപ്പ് വേണ്ട ശ്രദ്ധ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഒരുപാട് നേരം ആനയെ കണ്ടു. ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്യാനുള്ള ലക്ഷണം കാണുന്നില്ല. കാരണം വേറെ വണ്ടികൾ വന്ന് തടസ്സം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്ഷൻ തിരിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് പോയേക്കാം. നമ്മുടെ ബാക്കി പരിപാടികൾ തുടരാം. ഇതുപോലത്തെ ഒരുപാട് ട്രക്കിംഗ് വീഡിയോസും അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേകളും സഫാരി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒത്തിരി കിടപ്പുണ്ട്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ആ വീഡിയോസൊക്കെ കയറി കാണാം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഇനിയും ഇതുപോലത്തെ തന്നെ വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാ അക്കൗണ്ടുകളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറമ്പിക്കുളം ട്രക്കിംഗ് അല്ലെങ്കിൽ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ ഗ്രീൻ വൈബ്സിൻ്റെ അതായത് ട്രിപ്പ് വിത്ത് pickolinsand.green ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.